ഹലോ, മേക്കപ്പ് ഒന്നും കളഞ്ഞില്ല, സോറി. അതുമല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മയെ കുറിച്ച് പറയാൻ വേണ്ടി നീ ആരാ? അമ്മ വരയ്ക്കുന്ന പോലെ ഏട്ടിനെ നിനക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നീ ചോദിച്ചാൽ കേട്ടല്ലോ, എൻ്റെ മോനാണ് ചോദിച്ചത്. അവിടെയും അന്ന് നീ പേര് പറഞ്ഞില്ലായിരുന്നു, യൂട്യൂബർ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് മതിയല്ലോ, നമുക്കത് മതിയെന്നേ. എന്തേലും നീ പറഞ്ഞ പ്രൂഫുണ്ടേ. അപ്പം എൻ്റെ മോന് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അത് അവൻ ചോദിക്കും. 18 വയസ്സൊന്നും വേണ്ട, അല്ല 16 വയസ്സും വേണ്ട അവന് ചോദിക്കാൻ. അവനെ ഉഷിരുള്ള ആണ്, തറവാടിയാ. അതുകൊണ്ട് ചോദിക്കാനുള്ളത് എൻ്റെ ഈ മോൻ ചോദിക്കും. അതുമാത്രമല്ല, എൻ്റെ വീട്ടുകാരും ചോദിക്കും. താങ്ങാൻ പറ്റത്തില്ല മോളെ നിനക്ക്. പറഞ്ഞ പോലെ ആരൊക്കെ എവിടെ പ്രസവിച്ചില്ല എന്നൊക്കെ തിരക്കാൻ നീ വൈറ്റായിട്ടിയായിരുന്നോ? അല്ല, എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുവാണേ. 35 വയസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടല്ലോ. ആരെക്കുറിച്ചാണ് ജസ്നിയ നീ പറഞ്ഞത്? എനിക്ക് ആരെയാന്ന് പിടി കിട്ടിയിട്ടില്ല. ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത്? അവരെന്തായാലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അത് അവരുടെ കാര്യം, അതെന്നെ ബാധിക്കുന്നതല്ല. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ സൈഡിൽ കൂടെ തന്നെ ചെയ്തോളൂ. ഇതുവരെ ഒന്നും വന്നില്ല എന്നും പറഞ്ഞ് അല്ല ഇത്രയും കയറി നെഗളിച്ചത്. അതിനിപ്പം വേണ്ട, അതിനിപ്പം കുറയാൻ പോവുക. എന്തായാലും നിൻ്റെ ഗുരുവായൂർ പോക്ക് നിന്നു. പത്മനാഭസ്വാമിയുടെ അടുത്ത് പോയത് അമിത്ഷാ വരുമെന്നും പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. വെറുതെ ആവശ്യമില്ലാതെ ഓരോ പണി ഒപ്പിച്ച് വെച്ച്. അതുപോലെ തന്നെ ഇതും അല്ലേ? അല്ലടി, ഈ 1990 മുതൽക്കേ നീ വൈറ്റായിട്ടിയായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ടായിരുന്നോ? അല്ല, ഈ എത്ര പേരെ പ്രസവിച്ചു, ആരൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞു കുഞ്ഞുങ്ങളെ, എത്ര പ്രായമായപ്പോഴാണ് കൊണ്ട് കളഞ്ഞത്, ഇതൊക്കെ നോക്കാനും അറിയാനും വേണ്ടിയിട്ട് നീ പോയിട്ടുണ്ടായിരുന്നോ? ഇത്രയും വലിയ കലാകാരിയായിരുന്നോ? എന്നിട്ടാണോ ഈ ഉടായിപ്പ് പരിപാടിക്ക് ഇറങ്ങിയത്? എന്നാ നിനക്കൊരു ഡോക്ടർ ആകാമായിരുന്നല്ലോടിയേ. ഇത്രയും ഞാൻ വിചാരിച്ചില്ലല്ലോടി. വൈറ്റായിട്ടായിട്ട് പോയ ജസ്ന സലീം. അപ്പം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഡോക്ടർമാരെക്കാട്ടിലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കാം. ചുമ്മാതല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് പപ്പായ കഴിക്കുന്നത്. 3 മാസം 6 മാസം 9 മാസം കൂടുമ്പോൾ ഇരുന്ന് പപ്പായ കഴിക്കുന്നത്. നമുക്കാ മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചു. അത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുവാ, ഒന്നിനും കൊള്ളാത്തൊരു ചളങ്ങിയ മോന്തയും അതിന് പറ്റിയ അതേ ഷേപ്പിൽ തന്നെ ഉണ്ടായി ഒരു ചളങ്ങിയ മോന്. എന്തിന് കൊള്ളാം? രണ്ടിനെയും ഒരു കാശിനും കൊള്ളത്തില്ല. കുറേ ആണുങ്ങൾ നിൻ്റെ പുറകെ വരും. എന്തിനാ? മറ്റേ കാര്യത്തിന്, അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നിൻ്റെ അടുത്ത് വരും. അല്ല, നിൻ്റെ കെട്ടിയവൻ എന്ത് ചെയ്യേ? നീ ആദ്യം നിൻ്റെ കെട്ടിയവനെ കാണിക്കുക. കെട്ടിയവനെ കാണിച്ചിട്ട് നീ നിൻ്റെ മോനെ കാണിക്കുക. അതാണ് അന്തസ്സും അഭിമാനമുള്ള പെൺപിള്ളേർ കാണിക്കേണ്ടത്. അങ്ങനെ എൻ്റെ കെട്ടിയവൻ എന്ത് ചെയ്യടി? ആ ഞാഞ്ഞൂര് മാത്രമല്ലേ ഉള്ളൂ കൂടെ, ആ 9 അവനെ കൊണ്ട് ഒരു കഴകത്തും ഇല്ലെന്നുള്ളതറിയാം. അത് നമുക്ക് നല്ലതുപോലെ അറിയാവുന്നില്ല. ഇനി അടുത്ത ആളെ പുറത്ത് ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അയ്യോ, ഇറക്കണ്ട. എന്താന്ന് വെച്ചാൽ ആ ചളങ്ങിയ മോന്ത കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നീ ഇറക്കണ്ട. ഒരു കാശിനും കൊള്ളാത്ത 2 എണ്ണം എന്തോത്തിന് കൊള്ളാം. ISIS കൊണ്ട് ചേർക്കടി. നിനക്ക് പറ്റിയതാ ISIS അങ്ങനെയൊക്കെയുള്ളതിൽ. കാശ്മീരിലോട്ട് നേരെ ഇങ്ങ് വിട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് അങ്ങ് കയറ്റി വിട്ടാൽ മതി. ഇത് അഫ്ഗാനിസ്ഥാനിലോട്ടോ വിട്ടോ. അതാണ് നിനക്കൊക്കെ പറ്റിയത്. കാരണം ആ രീതിയിലുള്ള പ്രവർത്തികളാണല്ലോ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവറ്റകൾക്ക് പാസ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ദേവാജന് എന്തായാലും പാസ്പോർട്ടുണ്ട്, എനിക്കുണ്ട്.
കുഞ്ഞാവയ്ക്കല്ലേ നമ്മൾ എടുക്കാതിരിക്കുന്നുള്ളൂ. അതിപ്പോൾ അച്ഛ വരുമ്പോൾ എന്തായാലും നമ്മളെടുക്കും. പക്ഷേ ഇവളുടെ കെട്ടിയാൻ വരാറേ ഇല്ലല്ലോ, പിന്നെ അങ്ങനെ എടുക്കുന്ന വാവച്ചി.